സ്നേഹം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ എത്രമാത്രം നമ്മുടെ ഉമ്മ സ്നേഹിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഒരാൾ പങ്കുവച്ച ഒരു അനുഭവമുണ്ട്. എൻ്റെ ഉമ്മയുടെ ഒരു ഡയറി എനിക്ക് കിട്ടി. 1992 ഡയറി ആയിരുന്നു. ഞാനത് വായിച്ചു നോക്കി. അതിൽ ഉമ്മ എഴുതിയിരിക്കുകയാണ്, അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. രാത്രി 12 മണിയോടുകൂടെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 3 മണിയോടുകൂടെ ഞാൻ പ്രസവിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. കുഞ്ഞിനെ ആ രാത്രി കബറടക്കി. അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ പെയ്യുന്നത് കണ്ട് ഞാൻ ആഗ്രഹിച്ചു പോയി, എൻ്റെ മകൻ അവിടെ ഒറ്റക്ക് കിടക്കല്ലേ, എൻ്റെ മകൻ ആ ഖബറിൽ ഒറ്റക്ക് കിടക്കുകയല്ലേ, ആ ഖബറിൽ എൻ്റെ മകൻ്റെ അരികിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പ്രിയമുള്ളവരെ, ഏതു മകൻ, ഒരു മണിക്കൂർ പോലും കൂടെയില്ലാത്ത മകൻ, ആ മകന്റെ കൂടെ ഖബറിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ മഴ പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മകൻ ഒറ്റക്കല്ലേ എന്ന് പറയുമ്പോ, ഒരു മണിക്കൂർ പോലും കൂടെ ഇല്ലാത്ത മകനെ ഒരുമ്മ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ 20 കൊല്ലം കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ ആ ഉമ്മയുടെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ് പ്രിയമുള്ളവരെ? ആ ഉമ്മയുടെ സ്നേഹത്തിന്റെ വലിപ്പം എത്രയാണ് പ്രിയമുള്ളവരെ? ആ ഉമ്മയാണോ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്? അതുകൊണ്ട് അവരുടെ സ്നേഹം തിരിച്ചറിയുക. മരണപ്പെട്ടതിന് ശേഷം വെക്കുന്ന സ്റ്റാറ്റസ് അല്ല പ്രിയമുള്ളവരെ സ്നേഹം. മദേഴ്സ് ഡേയുടെ അന്ന് നമ്മൾ ഫേസ്ബുക്കിൽ കുറിക്കുന്ന, ഇൻസ്റ്റയിൽ കുറിക്കുന്ന ടെക്സ്റ്റുകളല്ല സ്നേഹം. സ്നേഹം പ്രകടിപ്പിക്കുക. ഉമ്മയുടെ കവിളിൽ ഒരു ചുംബനം നൽകടോ. ഉമ്മയുടെ കൂടെ ഇരിക്കാൻ പ്രിയമുള്ളവരെ സമയം കാണൂ. അവർക്ക് കുളു മണാലി ഒന്നും വേണമെന്നില്ല. തൊട്ടരികിലുള്ള ഒരു പാർക്കിലേക്ക്, തൊട്ടരികിലുള്ള ഒരു ബീച്ചിലേക്ക് ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് നടന്നാൽ സന്തോഷം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണു നനയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ സ്നേഹിക്കാൻ മടി കാണിക്കരുത്.